പക്ഷിപ്പനി സ്ഥിരീകരിച്ച ആലപ്പുഴ ജില്ലയിൽ ചിക്കൻ വിഭവങ്ങളുടെ വിൽപ്പന നിരോധിച്ച നടപടിയിൽ ഹോട്ടൽ ഉടമകളുടെ പ്രതിഷേധം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികളെന്ന് ആലപ്പുഴ ജില്ലാ കളക്ടറെ നേരിട്ട് കണ്ട് സാഹചര്യം വ്യക്തമാക്കും. നാളെ മുതൽ ഈ ഹോട്ടലുകളൊക്കെ അടച്ചിടാനാണ് ആലപ്പുഴക്കാർ ആലോചിക്കുന്നത്. ചിക്കൻ ഇല്ലാതെ മുന്നോട്ട് പോകേണ്ടി വരുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ മുതൽ ഈ നിരോധനം നിലവിൽ വന്നിട്ടുണ്ട്. ഇന്ന് ആലപ്പുഴയിലെ ഹോട്ടലുകളിലൊന്നും ചിക്കൻ വിഭവങ്ങളില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ ചിക്കനൊക്കെ വിറ്റുപോകുന്ന ഒരു പ്രദേശത്താണ്. അവിടുത്തെ ഹോട്ടലുകളിൽ ആണ് ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ കണ്ണാടിക്കൂടൊക്കെ കാണാം. രാവിലെ ചിക്കൻ പപ്സും ചിക്കൻ റോളും സമൂസയും ഒക്കെ ഇരിക്കേണ്ട സ്ഥലമാണ്. പക്ഷേ അതൊക്കെ കണ്ണാടിക്കൂട്ടിൽ നിന്ന് ഇന്ന് ഒഴിവായിരിക്കുകയാണ്. അകത്തേക്ക് പോയാൽ ചിക്കൻ കറിയില്ല, അതും ചിക്കൻ ഫ്രൈ ഇല്ല, അതിനപ്പുറത്തേക്ക് മുട്ടക്കറി പോലും കിട്ടാത്തൊരവസ്ഥയുണ്ട്. കാരണം ചിക്കനുമായി ബന്ധപ്പെട്ട മുട്ട, ഇറച്ചി, കോഴിയുടെ കടത്തെല്ലാം നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഹോട്ടലുകളിൽ മുട്ടക്കറി പോലും ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. പൊതുവെ ആളുകൾ ഹോട്ടലുകളിൽ നിന്ന് കഴിക്കുന്നത് കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി നിരോധനമൊക്കെ പോകുന്നുണ്ട്. എന്തായാലും ആലപ്പുഴയിൽ ഇപ്പോഴും പക്ഷിപ്പനി കോഴികളിൽ സ്ഥിരീകരിച്ചിട്ടില്ല എന്നൊരു വസ്തുത കൂടി നിലനിൽക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഹോട്ടൽ ഉടമകൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. നാളെ ഹോട്ടൽ അടച്ചിട്ട് സമരമാണ്. ഇന്ന് ജില്ലാ കളക്ടറുമായി ചർച്ചയുണ്ട്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഒരു ഭാരവാഹി നമുക്കിപ്പം ചേരുന്നു. ഈ കടുത്ത തീരുമാനത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. കാരണം ഈ സീസൺ സമയം കൂടിയാണ്, ടൂറിസ്റ്റുകൾ ഒരുപാട് ആലപ്പുഴയിൽ എത്തുന്ന സമയമാണ്. അടച്ചിടൽ വീണ്ടും പ്രതിസന്ധിയാവില്ലേ? തീർച്ചയായും ഞങ്ങളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ടൂറിസം സീസണാണ് ഈ ഒരു സാഹചര്യം. നവംബർ ഡിസംബർ മാസങ്ങളെന്ന് പറയുമ്പോൾ ഞങ്ങൾ പല മാസങ്ങളിലും ഞങ്ങളുടെ കൈ പൊറുപ്പോടുകൂടി ഞങ്ങളുടെ നഷ്ടം വരുന്ന സാഹചര്യം ഉണ്ടാവുമെങ്കിലും ഈ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കച്ചവടത്തെ പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ലക്ഷങ്ങൾ മുടക്കി നമ്മൾ ഈ നിൽക്കുന്നത്. കുറച്ച് കാലങ്ങളായിട്ട് ആണ് ഈ പക്ഷിപ്പനിയുടെ പേരിൽ ഈ രീതിയിലുള്ള ഒരു ശാസ്ത്രീയമായി യാതൊരു കാര്യവും തെളിയാതെ തന്നെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കോഴിക്കും ഇന്ന് വരെയും ഇത് നേരിട്ടിട്ടുമില്ല. ഇവിടെ വേറൊരുമായുള്ള ചർച്ചയിൽ പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും 100% ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷകളാണ്. ഞങ്ങൾക്ക് എതിരെ ഒരു രീതിയിലും കളക്ടറുടെ ഭാഗത്തുനിന്നോ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നോ ഇതുവരെ നമുക്ക് ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടില്ല. തീർച്ചയായും നമ്മൾ ഇവിടെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ ടൂറിസം മേഖലയെ ശരിക്കും ബാധിക്കുന്ന രീതിയിലാണ്. യഥാർത്ഥത്തിൽ നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് വരുന്ന സമയമാണ് ഈ ഡിസംബർ മാസം. ഈ സമയം ഇവർ കോഴിയല്ലാതെ മറ്റൊന്നും കഴിക്കുകയില്ല. ഇവർക്ക് നേരെ ഇങ്ങനെ ഒരു പാനിക്കായിട്ടുള്ള ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഇത് ടൂറിസം മേഖലയെ കൂടെ ബാധിക്കും. തീർച്ചയായും ടൂറിസം എന്ന് പറയുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ അതിനുള്ള ഭൂപടത്തിലുള്ള സ്ഥാനം വളരെ സ്തുത്യർഹമാണ്. തീർച്ചയായും അതുപോലെ തന്നെയാണ്. ഈ ടൂറിസ്റ്റുകളെ സംബന്ധിച്ച് അവർ രാവിലെ വരുമ്പോൾ സ്വാഭാവികം ആവശ്യപ്പെടുന്ന ചിക്കൻ കറിയൊക്കെ ആയിരിക്കാം. അതുപോലെ രാവിലെ ഏറ്റവും ഓട്ടമുള്ളതും പൊറോട്ടയും മുട്ടക്കറി ആയിരിക്കും. പൊറോട്ടയും മുട്ടക്കറിയാണ് രാവിലെ ഓർഡർ വരുന്നത്. ഇപ്പം മുട്ട ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ആളുകളൊക്കെ വളരെ കുറവാണ്. പിന്നെ ഈ ടൂറിസം മേഖലയിൽ തന്നെ വളരെ മോശമായൊരു പ്രതികരണമാണ് ഉണ്ടാക്കുക.